ഹായ് സ്റ്റുഡൻസ്, റോഷ്നീസ് ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഹിന്ദിയിലെ രണ്ടാമത്തെ പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബീർ ബഹൂട്ടി എന്ന ഒന്നാമത്തെ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠമാണ്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നത് ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പാണിത്. അത് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയിരിക്കുന്ന ഒരു ആസ്വാദനക്കുറിപ്പ്. അതാണ് നമ്മൾ പഠിച്ചിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് വിഷയമായാലും ഏത് പാഠമായാലും നന്നായി വായിക്കണം. അതിന് ഹിന്ദി എന്നോ മലയാളം എന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ബയോളജി എന്നൊന്നുമില്ല. എല്ലാ പാഠഭാഗവും നമ്മൾ കൃത്യമായി വായിക്കുക. വായനയിലൂടെയാണ് നമുക്ക് എല്ലാറ്റിൻ്റെയും ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറായിരിക്കണം. SSLC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എവിടുന്ന് ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അലേർട്ടായിരിക്കുക. ഏത് ഭാഗവും വായിച്ചാൽ മനസ്സിലാവണം കുട്ടികൾക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കോവിഡാണ്, നമുക്ക് സ്കൂളുകളിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ അധ്യാപകരും ഇതുപോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ നിരന്തരം പറയുന്നത്. എല്ലാ വിഷയവും നിങ്ങൾ നന്നായി വായിക്കുക. വായനയാണ് ഒരു കുട്ടിയെ ഏറ്റവും നല്ല അറിവിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ എടുത്തു. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത, നിരാശയാലിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. ആ വ്യക്തിയെ എനിക്കറിയില്ല. അറിയാത്ത ആ വ്യക്തിയെ, അയാളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചെന്നു. അയാൾക്ക് നേരെ കൈ നീട്ടി. അയാൾ എഴുന്നേറ്റു. അയാൾ എൻ്റെ കൂടെ നടന്നു. പരസ്പരം ഒന്നും അറിയാതെ, പരസ്പരം സംസാരിക്കാതെ നമ്മൾ അങ്ങനെ നടന്നു. ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യത്വമാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. ആളെക്കുറിച്ച് ഒന്നും അറിയില്ല, ആര് എന്ത് എന്നൊന്നും അറിയില്ല. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഒരു വിഷമഘട്ടം, ആ വിഷമഘട്ടത്തെ മറ്റൊരു വ്യക്തി സഹായിച്ചു. ആ വ്യക്തി നാളെ നമ്മളാവാം. നമുക്കും എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മളെ ഇതുപോലെ മനുഷ്യത്വപരമായി സഹായിക്കാൻ ആരുമില്ലെങ്കിൽ നാമും ഒരു പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന് തെളിയിക്കുന്ന ഒരു നല്ലൊരു കവിതയും ഒരു നല്ലൊരു സന്ദേശവുമാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് തരുന്നത്. അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കിയിരിക്കുന്നത് നരേഷ് സക്സേന എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവുകയാണ് നാം ചെയ്യുന്നത്. കവിത लगातार नहीं जानने और जानने की बयान करती जाती है. शिल्प की इस बारीक കാരിഗരി കോ ദേഖ്. എന്താ ഇതിൽ പറയുന്നത്? ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിരന്തരം എന്താണ്? അറിയില്ല നെഹി ജാനനെ എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അറിയില്ല എന്നതിൽ നിന്നും എന്താ നാം മനസ്സിലാക്കേണ്ടത്? കവിത നമ്മെ നിരന്തരം അറിയില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും എവിടെയോ നമുക്ക് അറിയാം എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കവിത നമ്മെ നിരന്തരം അറിയില്ല എന്നും അറിയാമെന്നും കൂടെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നെഹി ജാനിന എന്ന് വെച്ചാൽ അറിയില്ല, ജാനിന എന്ന് വെച്ചാൽ അറിയുക. അപ്പോൾ നെഹി ജാനിനെ और जानने के बयान करती जाती है. शिल्प की इस कारीगरी को देखे. അപ്പോൾ ഈ കവിതയെ ഒരു കവിതാശില്പത്തിൻ്റെ സൂക്ഷ്മമായ ഒരു ശില്പവിദ്യയാണെന്ന് നമുക്ക് തോന്നിയേക്കാം.
ഈ പാരഗ്രാഫിൻ്റെ അർത്ഥത്തെ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഈ കവിത നമ്മെ നിരന്തരം അറിയില്ല എന്നും അറിയാമെന്നും ഓർമ്മപ്പെടുത്തുന്നു. കവിതാ ശില്പത്തിൻ്റെ സൂക്ഷ്മമായ ശില്പവിദ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ബാരീഖ് എന്നാൽ സൂക്ഷ്മമായ, ലഗാതാർ നിരന്തരം, കാരിഗരി ശില്പവിദ്യ. ഇത്രയുമാണ് ഈ ഭാഗത്ത് കുറച്ചൊരു ടഫെന്ന് തോന്നുന്ന അർത്ഥങ്ങൾ. അപ്പോൾ കവിത നമ്മെ എത്ര തന്നെ അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞാലും അറിയാം എന്ന ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എവിടെയോ പിണഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ആ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ആ വരികളെ ഞാൻ ഒന്നുകൂടെ വായിച്ച് ഓർമ്മിപ്പിക്കാം. കവിത ലഗാതാർ നെഹി ജാനിനെ और जानने के बयान करती जाती है शिल्प की इस बारीक कारीगरी को देख. അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिक या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है യാദ് നഹി ആരഹ. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ ജാനന, നെഹി ജാനന ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്തോ കാര്യമായ സംഭവമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അറിയാം, അറിയില്ല, അറിയുമായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വ മുझे नहीं जानता था. അയാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്, ആ മനുഷ്യന് എന്നെ അറിയില്ലായിരുന്നു. വ മുझे नहीं जानता था, ഹാത്ത് ബഠാനെ കോ ജാൻതാ താ. ഞാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ കൈ പിടിച്ചു എഴുന്നേറ്റു. അത് മാത്രമേ അയാൾക്ക് അറിയാമായിരുന്നുള്ളൂ. ഹം ഏക് ദൂസരേക്കോ നെഹി ജാൻതേ ഥേ. നമ്മൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നെഹി ജാൻതേ ഥേ. നമുക്ക് പരസ്പരം ഒന്നും അറിയില്ലായിരുന്നു. ആര്, എന്ത്, എങ്ങനെ, എവിടുന്ന് എന്നുള്ള ഒരു ബോധവും തമ്മിൽ നമുക്കുണ്ടായിരുന്നില്ല. സാത്ത് ചലന ജാൻതേ ഥേ. കൈപിടിച്ചു, എഴുന്നേറ്റു, എൻ്റെ കൂടെ ഒന്നിച്ചങ്ങ് നടന്നു. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഇവിടെ എന്താ, ഈ കവിതയിൽ അറിയില്ല എന്നും അറിയുന്നു എന്നും ഇങ്ങനെ അവിടെയുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെഹി ജാനന ജാനന. ഇത് ഏതോ ഒരു നാടോടി പാട്ടിൻ്റെ, ഏതോ ഒരു നാടോടി ഗാനത്തിൻ്റെ അല്ലെങ്കിൽ നാടോടി ഗീതത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ മനസ്സിലേക്ക് മടങ്ങിയെത്തുന്നു എന്നാണ് കവി പറയുന്നത്. ലൗട്ട്ന മടങ്ങിയെത്തുക, ലൗട്ട്താഹെ മടങ്ങിയെത്തുന്നു. ഒരു തവണ കൂടെ ആ വരിയുടെ അർത്ഥത്തെ വിശദീകരിച്ചു തരാം. യേ നഹി ജാനതാ और जानना, यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. കവിതയിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്ന് നിരന്തരം തുടർച്ചയായി ഓരോ വരികളിലും ആവർത്തിച്ച് വരുമ്പോൾ ആ വരികൾ ഏതോ ഒരു നാടോടി ഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടോടി പാട്ടിൻ്റെ ഓർമ്മപ്പെടുത്തലായി നമുക്ക് തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. ഏതോ ഒരു നാടോടി ഗാനം കേട്ട പോലെ മനസ്സിലേക്ക്
മടങ്ങിയെത്തുകയാണ്. ലൗട്ട്ന മടങ്ങിയെത്തുകയാണ്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खुशी के साथ हिंदी की किस कविता में आया है याद नहीं आ गया. ഇവിടെ ഗദ്യരൂപത്തിൽ എഴുതിയ ഒരു കവിതയിൽ ലിറിക്കലായോ ഗീതാത്മകമായോ ഗീതാത്മക ബോധത്തോടെയോ ഉള്ള ഒരു പ്രത്യേകതയോടുകൂടി ഹിന്ദിയിൽ മറ്റേതെങ്കിലും കവിത ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഹിന്ദിയിൽ മറ്റേതെങ്കിലും കവിത വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നതേയില്ല. കവി പറയുകയാണ്, ഇത്തരത്തിൽ വരികളുള്ള ഇതുപോലെ ചില ഓർമ്മപ്പെടുത്തലുകളുള്ള കവിതകൾ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയേറെ പ്രത്യേകതകളുള്ള ചില വരികൾ, അർത്ഥബോധമുള്ള ഇത്രയേറെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും വരികൾ ലിറിക്കലായോ ഗീതാത്മകമായോ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല എന്നാണ് കവിക്ക് ഒരോർമ്മ. ജൈസെ കിസി ഗസൽ മേ ആഖിരി ഷേർ കെ, അടുത്ത പാരഗ്രാഫാണേ. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അതായത് ജൈസെ കിസി ഗസൽ മേ, ഏതെങ്കിലും ഗസലിൻ്റെ അവസാനത്തെ വരിയിലെ ജൈസെ കിസി ഗസൽ മേ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ്, ഒരു ഗസലിലെ വരികളിലെ ആഖിരി ഷേർ കെ അവസാനത്തെ വരികൾ, ആഖിരി ശബ്ദ് അവസാനത്തെ വാക്ക്, ശ്രോതാവോ കി ജുബാൻ പർ കേൾവിക്കാരൻ്റെ വായിൽ നാവിൽ അല്ലെങ്കിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുമ്പോൾ ആപ്സെ ആപ് ആ ജാത്തേത്തോ, നമുക്ക് ചില പാട്ടുകൾ കേട്ട് അത് മനസ്സിലുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളോട് അതൊന്നും മൂളിപ്പോവില്ലേ? ചില പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വരി നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മളറിയാതെ നമ്മുടെ വായിൽ ആ വരികൾ എത്തില്ലേ? അതാണ് പറഞ്ഞത് ജുബാൻ പർ, നാവിൽ വായിൽ എന്ന്, ശ്രോതാക്കളുടെ നാവിൽ നിന്ന് അറിയാതെ എങ്ങനെയാണോ വന്നു പോകുന്നത് അതുപോലെയാണ് ഈ കവിതയുടെ അവസാനത്തെ ശബ്ദവും. ഈ കവിതയിൽ ഏതെങ്കിലും ഒരു ഗസലിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് അല്ലെങ്കിൽ അവസാനത്തെ ശബ്ദം ശ്രോതാക്കളുടെ വായിൽ നിന്നും ശ്രോതാക്കളുടെ നാവിൽ നിന്നും അറിയാതെ എങ്ങനെയാണോ വന്നു പോകുന്നത് അതുപോലെയാണ് ഈ കവിതയുടെ അവസാനത്തെ ശബ്ദവും. ഈ കവിത जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है. जानकारियाँ ज़रूरी नहीं है, किंतु यह संदेश कविता में उपदेश की तरह नहीं आता. ഇത് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് കടുപ്പമുള്ളതായി തോന്നുമായിരിക്കും. പക്ഷേ വളരെ ലളിതമാണ്. നമുക്ക് ഇത്രയും നേരം നിങ്ങൾ കേട്ട ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ പറ്റിയുള്ള ഒരു കവിതയാണെന്ന്.
സാത്ത് സാത്ത് ചലന എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞത് കൂടെ നടക്കുക എന്നതാണ്. സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത പാഠ രോക്ക് ദിയാ ഗയേ തോ സുനനെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ ഔർ കഹേംഗെ ജാൻതേ ഥേ. ആ വരിയുടെ അർത്ഥം എന്താണ്? ഞാൻ അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ച് വെച്ചതാണ്. ഈ കവിതയിൽ ഗസലിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ശബ്ദം ശ്രോതാക്കളുടെ നാവിൽ എങ്ങനെയാണോ വന്നു പോകുന്നത് അതുപോലെയാണ് ഈ കവിതയുടെ അവസാനത്തെ ശബ്ദവും. സാത്ത് സാത്ത് ചലന എന്ന് പറയുന്ന ആ വരി കേൾക്കുന്നയാൾ സ്വയം പൂരിപ്പിച്ചുകൊള്ളും. കാരണം കൂടെ തൻ്റെ കൂടെ നടക്കുന്ന, ഒരു പരിചയമില്ലാതെ തൻ്റെ കൂടെ നടക്കുന്ന ആ വ്യക്തിയെ അവസാനം ജാൻതി ഥി എന്ന് ആര് പൂരിപ്പിക്കും? കേൾവിക്കാരൻ, വായനക്കാരൻ, ശ്രോതാവ് പൂരിപ്പിച്ചുകൊള്ളും. കാരണം ഒരാളെ അറിയാൻ നമുക്ക് അയാളുടെ പണമോ സ്വത്തോ സമ്പാദ്യമോ ഒന്നും വേണ്ട. അയാളുടെ നിസ്സഹായതയെ, അയാളുടെ നിരാശയെ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ആ നിരാശയെ അറിയുന്നവനാണ് വലിയവൻ, വലിയ മനസ്സുള്ളവൻ. അടുത്ത പാരഗ്രാഫ് ഞാനിവിടെ വായിച്ചു വെച്ചു. ഈ കവിത അറിയുക ജാനന എന്നത് നമ്മുടെ ഈ രൂഢീഗ്രസ്ത് എന്ന് പറയുന്നത് പരമ്പരാഗതമായ, പാരമ്പര്യമുള്ള എന്നാ പറയുന്നത്. ഈ കവിതയെ അറിയുക അഥവാ ജാനന എന്നത് പരമ്പരാഗതമായ അർത്ഥത്തെ മുഴുവനായും അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. बदलना മാറ്റുക, ബദൽ ദേത്തി ഹെ മാറ്റി മറിക്കുക എന്നതാണ്. ഇസ് കവിത की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देती है. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തൻ്റെ മുഴുവൻ കാര്യവും പറയുന്നുണ്ട്. ശേഷ पंक्तियां उसी कहे गए तो शेष पंक्तियां उसे कहे गए को और सघन और गहरा करती है. ഇതിന് ശേഷം വരുന്ന വരികൾ ആ പറഞ്ഞവയെ മുഴുവനും ഉറപ്പുള്ളതും ആഴമുള്ളതുമാക്കുന്നു. സഘൻ എന്നാൽ ഉറപ്പുള്ളത്, ഗഹര ആഴമുള്ളത്. ഈ പറഞ്ഞ ഈ 2 അവസാനത്തെ ഈ വരികൾ, അതിന് ശേഷം വരുന്ന ശേഷ പങ്ക്തിയാം, ആദ്യത്തെ 2 വരികൾക്ക് ശേഷം വരുന്ന ആ വരികൾ വളരെയേറെ ഉറപ്പുള്ളതും ആഴമുള്ളതുമാണ്. കവിതയ്ക്കാ സന്ദേശ് ഹെ കി, കവിതയുടെ സന്ദേശം ഇത് മാത്രമാണ്. ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വമുണ്ട്, മാനുഷികമായ വികാര വിചാരങ്ങൾ ഉണ്ടാകേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ്. അതിന് നമുക്ക് അറിവുണ്ടാകേണ്ട കാര്യമില്ല. സാമാന്യമായ മനുഷ്യത്വ ബോധം മാത്രം മതി. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. ദോ മനുഷ്യോं के बीच मनुष्यता का एहसास എന്നാൽ പ്രതീതി, യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ. മനുഷ്യത്വം ഉണ്ടാവുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യനെ സഹായിക്കാൻ നമ്മൾ കാണിക്കേണ്ട മനസ്സ്. ജാൻകാരിയോക്കോ ജരൂരി നഹി ഹെ, അത് അയാളിലെ എന്താണ് വിഷമത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ വിഷമത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സഹായിക്കുക എന്ന് മാത്രമാണ്. അതിന് നമുക്ക് അറിവോ പഠിപ്പോ പദവിയോ ഒന്നും തന്നെ നമുക്ക് അത്യാവശ്യമില്ല. എന്നാൽ ഇവിടെ ഈ സന്ദേശം എവിടെയും കവിതയിൽ ഒരു ഉപദേശമായി വരുന്നുമില്ല താനും. കിന്തു യേ സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ് നഹി ആത്ത. പക്ഷേ ഒരിടത്തും
കവി ഇതാണ് ഇതിൻ്റെ സന്ദേശമെന്ന് പറയുന്നുവോ, അല്ലെങ്കിൽ ഇത് ഉപദേശമെന്നോ പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുകയൊന്നും ചെയ്യുന്നുമില്ല. ഈ കവിത വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ഇതിൻ്റെ ആശയം മനസ്സിലാകും. പക്ഷേ കവിയോ നമ്മോട് ഇതിൻ്റെ ആശയത്തെ പറ്റി വ്യക്തമായി ഒന്നും പറഞ്ഞു തരുന്നുമില്ല. പക്ഷേ കവിത വായിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായും ഇതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും താനും. ഇത്രയുമാണ് നമ്മുടെ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ്. ആ കവിതയെ പറ്റി ഇത്രയുമാണ് കവി പറയുന്നത്. ഇതിൽ 2 പേരുടെ പേര് നമ്മൾ ഓർത്ത് വെക്കണം. വിനോദ് കുമാർ ശുക്ൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, കവിത എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് നരേഷ് സക്സേന ആണ്. അപ്പോൾ ആ 2 പേരുടെയും പേരുകൾ നാം ഓർത്ത് വെക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്നായി ഈ പാഠഭാഗത്തെ പലതവണ വായിക്കുക. ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും അർത്ഥവും ഇതിന് വരുന്ന മറ്റ് തുടർ പ്രവർത്തനങ്ങളും അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അവതരണവും ഞാൻ പഠിപ്പിക്കുന്ന രീതിയും എൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.